Good afternoon. രമ്യ മാത്രമല്ലോ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഓക്കെ, ഓരോരുത്തർ ജോയിൻ ചെയ്ത് വന്നേ ഉള്ളൂ. ഇവിടെ ഫിസിക്കൽ എക്സാമിനേഷൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ? ഫിസിക്കൽ എക്സാമിനേഷൻ കംപ്ലീറ്റ് ആയിരുന്നോ ആ ഒരു പാരഗ്രാഫ്? സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ? നോ. യെസ്. അപ്പൊ നോക്കിയേ, ഫിസിക്കൽ എക്സാമിനേഷൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാൻഡിഡേറ്റ്സിന്റെ ശാരീരികമായിട്ടുള്ള പരിശോധന അല്ലെ, അല്ലെങ്കിൽ മെഡിക്കൽ ചെക്കപ്പുകളാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. There are jobs that necessitate uncommon strength, tolerance and endurance. ചില ജോലിക്ക് നമുക്ക് അസാധാരണമായ ശക്തി വേണ്ടി വരാം. ടോളറൻസ്, സഹിഷ്ണുത, എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമ, ഇതെല്ലാം വേണ്ടി വരുന്ന ചില ജോലികളുണ്ട്. ഈ കാൻഡിഡേറ്റ്സ് medical or physical examination will help in examining whether or not they possess these required attributes or skill. മെഡിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ എന്തിനാ സഹായിക്കുന്നത്? help in examining whether or not they possess this required skill. ഈ കഴിവുകൾ അവർക്ക് ഉണ്ടോ അല്ലെ? required attributes, ഈ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ ഈ കഴിവുകൾ കാൻഡിഡേറ്റ്സിനുണ്ടോ? ശാരീരികമായിട്ടുള്ള കഴിവുകൾ ഉണ്ടോ അല്ലെ? സഹിഷ്ണുതയുണ്ടോ? ക്ഷമയുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റുകൾ നടത്തുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. help in examining whether or not they possess these required attributes or skill. അവർക്ക് ആ പറയുന്ന സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ കഴിവുകൾ ആപ്ലിക്കൻസിന് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നൊക്കെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് flaws not as their reason for dismissal. ഈ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുക എന്നുള്ളത് അത് ഡിസ്മിസ് ചെയ്യാൻ, ആ കാൻഡിഡേറ്റ്സിനെ അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യാനുള്ള അതിന്റെ പോരായ്മകളെ അല്ല അത് എടുത്തു കാണിക്കുന്നത്. ഡിസ്മിസ് ചെയ്യാനുള്ള പോരായ്മകളെ അല്ല അത് ഹൈലൈറ്റ് ചെയ്യുന്നത്, എടുത്ത് കാണിക്കാം. ഫ്ലോസ് എന്ന് പറഞ്ഞ പോരായ്മകള്. അപ്പൊ കാൻഡിഡേറ്റ്സിനെ ആ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ജോലി അതിലേക്ക് അവന് ആപ്റ്റല്ലാത്ത ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി ആ കുട്ടി ഓക്കെ അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുമല്ലോ, ഇതിൽ നിന്ന് ഡിസ്മിസ് ചെയ്യും. അപ്പൊ ഡിസ്മിസ് ചെയ്യാനുള്ള ആ ഒരു പോരായ്മകളെ അല്ല അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ബട്ട് പിന്നെ എന്താണ്? but as a helpful tool for selecting and transferring candidates as per their abilities. എന്തിനു സഹായിക്കുന്നു? is a helpful tool. എന്തിനുള്ളതാ? for selecting and transferring candidates as per their abilities. അവരുടെ കഴിവുകൾ അനുസരിച്ച് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും ഈ ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. selecting and transferring candidates as per their abilities. കഴിവുകൾ അനുസരിച്ച് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. The physical health of the candidates is examined either by the company's physician. ഇത് ആരാണ്? ഇത് ഈ ഫിസിക്കൽ ഹെൽത്ത് എക്സാമിൻ ചെയ്യുന്നത് ആരാ? either by the company's physician, കമ്പനിയുടെ സ്വന്തം ഫിസിഷ്യനോ അല്ലെങ്കിൽ or by medical officer appointed by the company, കമ്പനി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ഓഫീസറിനോ ഈ എക്സാമിനേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താൻ പറ്റും. എക്സാമിൻ ചെയ്യുന്നത് ആരാ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. physical health of the candidates is examined ആരാണ്? either by the company's physician, ഒന്നില്ലെങ്കിൽ കമ്പനിയുടെ ഫിസിഷ്യനോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ അല്ലെ, ആ കമ്പനി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ഓഫീസറിനോ നടത്താം. അണ്ടർലൈൻ ചെയ്യാം. candidates goes through a physical fitness test after the selection decision and before the job offer is made. സാധാരണയായിട്ട് കാൻഡിഡേറ്റ്സിന് ഏതാണ്? സെലക്ഷൻ ഡിസിഷന് മുന്നേ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റുകൾ നടത്താം. അത്
അതിപ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. ചില ജോലിക്ക് ആ സെലക്ഷന് ശേഷമായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് ചിലതിന് നടത്തുന്നത്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ജോബ് കേട്ടോ. ആ ജോബിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ പോലീസും ഫയർ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തി അല്ലെ, അത് കാൻഡിഡേറ്റ്സ് ഓക്കെ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കറക്റ്റ് ആയിട്ടല്ല, എന്നുവെച്ചാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ജോബ് അതിനെ ബേസ് ചെയ്തിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അതിന് ഈ സെലക്ഷൻ ഡിസിഷന് ശേഷം ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആഫ്റ്റർ ദ സെലക്ഷൻ ഡിസിഷന് ശേഷമോ അല്ലെങ്കിൽ ബിഫോർ ദ ജോബ് ഓഫർ ഇസ് മെയ്ഡ്, ആ കാൻഡിഡേറ്റ്സിന് ജോബ് ഓഫർ നൽകുന്നതിന് മുന്നോ ഈ ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് നടത്തുന്നു. Usually a job offer is based on the condition that whether or not the applicant is physically fit. എങ്ങനെ ജോബ് ഓഫർ കൊടുക്കുന്നത്, എന്തിനെ ബേസ് ചെയ്തിട്ടാ, whether or not the applicant is physically fit. അല്ലെ, ആപ്ലിക്കൻസ് ഫിസിക്കലി ഫിറ്റ് ആണോ, ആ ജോലി ചെയ്യാൻ അവർ ഫിസിക്കലി ഫിറ്റ് ആണോ, അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ അവർ പാസ് ആവണം അല്ലെ, അതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവർ ഫിറ്റ് അല്ലയോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ജോബ് ഓഫർ കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് ഓക്കെ ആണ്, എക്സാമിനേഷൻ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ അവർക്ക് ജോബ് ഓഫർ കൊടുക്കും അല്ലെ, ജോബ് ഓഫർ കൊടുക്കും. അതെന്തിന്റെ ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ ഈസ് ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ ദാറ്റ് വെദർ ഓർ നോട്ട് ദ ആപ്ലിക്കന്റ് ഈസ് ഫിസിക്കലി ഫിറ്റ്, ഫിസിക്കലി ഫിറ്റ് ആണോ അല്ലയോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ജോബ് ഓഫർ കൊടുക്കുന്നത്. The medical fitness test results are recorded in the statement and kept in personal records of the candidates. Underline ചെയ്തേ, ഈ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് റിസൾട്ട് റെക്കോർഡ് ചെയ്യും അല്ലെ, അതിന്റെ റിസൾട്ട് റെക്കോർഡ് ചെയ്യുന്നു. ആ സ്റ്റേറ്റ്മെന്റ് എവിടെ സൂക്ഷിക്കും, പേഴ്സണൽ റെക്കോർഡ് ഓഫ് ദ കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണൽ റെക്കോർഡ് ഈ ആപ്ലിക്കൻസിനെ കുറിച്ച് ശേഖരിക്കുന്ന എല്ലാ വിവരങ്ങളും ആണ് കേട്ടോ, പേഴ്സണൽ റെക്കോർഡ്സ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. PRSONNEL, personal records of the candidates, അത് റെക്കോർഡ് ചെയ്യും. As a result, physical examination is most useful form of selection. അപ്പൊ സെലക്ഷനിൽ ഏറ്റവും ഒരു ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. Where physical strength is of മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെ, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, വളരെയധികം പ്രധാനമാണ് ഏത് ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ചില ജോലികൾക്ക് ഇത് പറഞ്ഞാല് ശാരീരികമായിട്ട് നല്ല ഇത് വേണ്ട ജോലിക്ക് എന്തായാലും നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തണം. ആ കാൻഡിഡേറ്റ്സ് ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ആ ജോലിയിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് അത്രയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തേക്കുന്നത്. ഇനി നോക്കിയേ, മെത്തേഡ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷൻ മെത്തേഡുകളെ നമുക്ക് 4 രീതിയിൽ തിരിക്കാം. പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ. മെത്തേഡ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ, വേരിയസ് മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫസ്റ്റ് ആണ് ഡ്രഗ് ടെസ്റ്റിംഗ്. രണ്ടാമത്തെ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ്, then HIV and AIDS ടെസ്റ്റിംഗ് ആൻഡ് ജെനറ്റിക് ടെസ്റ്റിംഗ്. അങ്ങനെ ഇവിടെ 4 തരത്തിലാണ് പറഞ്ഞേക്കുന്നത്. പേരുകൾ നോക്കി വെക്കാം. HIV എന്ന് പറഞ്ഞാൽ എന്താ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെ, എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ആൻഡ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ് എയ്ഡ്സ്. ഈ ടെസ്റ്റുകളും പിന്നെ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റുകൾ, ജെനറ്റിക് ടെസ്റ്റ്, ഡ്രഗ് ടെസ്റ്റ്, അത് 4 എണ്ണമാണ് ഫിസിക്കൽ എക്സാമിനേഷൻ മെത്തേഡ്സിൽ വരുന്നത് കേട്ടോ. മെത്തേഡ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഇനി ഓരോന്നും ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. ഡ്രഗ് ടെസ്റ്റിംഗ്. Pre-employment drug testing is the most common type of testing program. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് പ്രോഗ്രാം ആണ് പ്രീ-എംപ്ലോയ്മെന്റ് ഡ്രഗ് ടെസ്റ്റിംഗ്. ജോലി കിട്ടിയതിന് ശേഷമാണോ നോക്കുന്നേ, പ്രീ എംപ്ലോയ്മെന്റ് അല്ലെ, ജോലിക്ക് മുമ്പുള്ള ആ ഡ്രഗ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് പ്രോഗ്രാം ആണ്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് പ്രോഗ്രാം ആണ്. ഫോർ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് സേഫ്റ്റി പ്രാക്ടീഷണർ, ഡ്രഗ് ടെസ്റ്റ് ഹാസ് ബിക്കം എ ക്രിട്ടിക്കൽ വർക്ക് പ്ലേസ് സേഫ്റ്റി പ്രോബ്ലം. എന്തിനു വേണ്ടിയിട്ടാണ്, ജോലി സ്ഥലത്തെ സുരക്ഷ ഉറപ്പാക്കാൻ അല്ലെ. ആ കാൻഡിഡേറ്റ്സ് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമുക്ക് വർക്ക് പ്ലേസിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അല്ലെ. അങ്ങനെയുള്ള വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് അല്ലെ അങ്ങനെ ഇല്ലാതിരിക്കാൻ, അതായത് അവിടുത്തെ സേഫ്റ്റി പ്രോബ്ലംസ് അല്ലെ, ജോലി സുരക്ഷ ഉറപ്പാക്കുന്നതിനും അതുപോലെ ഈ നമ്മുടെ ലഹരി വസ്തുക്കളുടെ ആസക്തി, അതിനോടുള്ള പ്രതികൂല ഫലങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനും
കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഹ്യൂമൻ റിസോഴ്സസ് സേഫ്റ്റി പ്രാക്ടീഷണേഴ്സ് ഒക്കെ ഈ ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. അതായത് ആ വർക്ക് പ്ലേസിലുള്ള സേഫ്റ്റി എന്താണ്, വർക്ക് പ്ലേസിലെ സേഫ്റ്റി പ്രോബ്ലംസ് അതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. Okay, the vast majority of the Fortune 500 corporations conduct drug test as one of their method of physical examination. Fortune 500 corporations ഈ drug test conduct ചെയ്യുന്നതിന് വേണ്ടിയാ is the one of their method of ഒരു physical examination ഒരു മെത്തേഡ് ആയിട്ട് ഈ Fortune 500 corporations ഈ drug testing ഇന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ പറയുന്നുണ്ട് reducing the negative effect of substance addiction in the workplace is the main objective of drug testing. എന്താണ് drug testing ന്റെ main objective? reduce ചെയ്യാന്ന് വെച്ചാൽ കുറയ്ക്കുക. എന്ത് കുറയ്ക്കാനാ? The negative effect of substance addiction in the workplace is the main objective of drug testing. നമ്മുടെ ജോലി സ്ഥലത്ത് ലഹരി വസ്തുക്കളൊക്കെ ജോലി സ്ഥലത്തുള്ള ലഹരി വസ്തുക്കളുടെ പ്രതികൂല ഫലങ്ങള് കുറയ്ക്കുക, റെഡ്യൂസിങ് ദ നെഗറ്റീവ് എഫക്റ്റ് അല്ലെ. ആ ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തുന്നത് നമ്മുടെ ആ വർക്ക് പ്ലേസിലുള്ള അവരുടെ ആ പ്രതികൂല ഫലങ്ങള് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോട്ടോ. reducing the negative effect of substance addiction in the workplace. അങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ അഡിക്ഷൻ അത് മൂലമുണ്ടാകുന്ന നെഗറ്റീവ് എഫക്റ്റുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ നെഗറ്റീവ് എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഈ ഡ്രഗ്സ് ഒക്കെ ഈ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവര് എന്തൊക്കെ പ്രതികൂല കാര്യങ്ങളാണ് കാണിക്കുന്നത്? ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ആബ്സെന്റിസം അല്ലെ. ആബ്സെന്റ് ആവുക, ഹാജരാകാതിരിക്കുക. ഒരു ദിവസം ജോലിക്ക് വന്നു, പിന്നെ വരൂല, പിന്നെ അടുത്ത ആഴ്ച 2 ദിവസം വന്നു, അങ്ങനത്തെ ഒരു പ്രവണത ആബ്സെന്റിസം. ടാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാലതാമസം, ജോലിയിലേക്ക് കയറാനോ ഒക്കെയുള്ള ഒരു കാലതാമസം. ദെൻ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നാശം, അല്ലെങ്കിൽ അവര് കൊഴിഞ്ഞു പോവുക അല്ലെ. ഒരു ദിവസം വന്നു പിന്നെ ജോലിയിൽ നിന്ന് പോവുക, ടേൺ ഓവർ ചെയ്യുക. പിന്നെ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ്, അവരുടെ സ്വഭാവ ഇത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഫ്രോഡ്, വഞ്ചന കാണിക്കാം. ലോവർ പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമത കുറയാം. ക്രൈം, എല്ലാ കുറ്റകൃത്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് വയലൻസ്, അക്രമങ്ങള് ചെയ്യാം. ഇങ്ങനെയുള്ള പ്രവണതകള് എന്നിവയുടെ രൂപത്തില് നെഗറ്റീവ് ഇഫക്റ്റ് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അപ്പൊ ഡ്രഗ് ടെസ്റ്റ് നടത്തുന്നത് നമ്മുടെ ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന ആ ഈ മരുന്നുകളുടെ ഈ ഡ്രഗ്സിന്റെ ആ ഉപയോഗം മൂലം ഉണ്ടാകുന്ന നെഗറ്റീവ് എഫക്റ്റുകൾ കുറയ്ക്കുക. അതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പൊ നെഗറ്റീവ് ഇഫക്റ്റുകൾ എന്തൊക്കെയാന്നുള്ളതാണ് താഴെ പറഞ്ഞേക്കുന്നത്. ആബ്സെന്റിസം, ടാർഡ്നെസ്, ടേൺ ഓവർ, ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ്, ഫ്രോഡ്, ലോവർ പ്രൊഡക്ടിവിറ്റി, ക്രൈം ആൻഡ് വയലൻസസ്. ഓക്കെ. Employers are aware that the ability of the person to perform the job effectively and efficiently get reduced with the use of illegal drugs. നിയമവിരുദ്ധമായിട്ടുള്ള ഡ്രഗ്സിന്റെ ഉപയോഗം അതെന്ത് പറ്റും, എന്താകും? ടു പെർഫോം ദ ജോബ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി. അത് എന്ത് ചെയ്യുന്നു? ഗെറ്റ് റെഡ്യൂസ്ഡ്. കണ്ടോ, ഒരു ജോലി ഫലപ്രദമായിട്ട് കാര്യക്ഷമമായിട്ട് നിർവഹിക്കാനുള്ള ആ പ്രാപ്തി അവർക്ക് കുറയുക ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ, അതായത് ഈ ഇല്ലീഗൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് മൂലം അവർക്കുടെ എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് ഇതൊക്കെ കുറയും എന്നുള്ളതിനെ കുറിച്ച് ആ വ്യക്തികള് എന്തായിരിക്കണം? അവർക്ക് അവെയർ ആയിരിക്കണം. അപ്പൊ എന്താ പറയാ, എംപ്ലോയേഴ്സും അതിൽ അവെയർ ആയിരിക്കണം അല്ലെ. അതായത് ഇങ്ങനെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആ കാൻഡിഡേറ്റ്സ് അവരുടെ ജോലി, അവർ ചെയ്യുന്ന ജോലി ഫലപ്രദമായും കാര്യക്ഷമമായും ചെയ്യാനായിട്ട് പറ്റില്ല. അതിന്റെ എബിലിറ്റി കുറയും അല്ലെ, ആ കഴിവ് അവർക്ക് കുറയും. സാധാരണ നോർമൽ ആണെന്ന് വർക്ക് ചെയ്യുന്ന പോലെ ആവില്ല ഇങ്ങനെയുള്ളവര് അല്ലെ. ഇല്ലീഗൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകള് അവര് ചെയ്യുന്ന ജോലി അത് കുറവായിരിക്കും അല്ലെ. അതിന്റെ കാര്യക്ഷമത, ഫലപ്രാപ്തി ഇതൊക്കെ കുറയുമെന്ന് ആര് മനസ്സിലാക്കണം? എംപ്ലോയീസ് അവെയർ ആയിരിക്കണം. മനസ്സിലായോ? എംപ്ലോയീസ് വിൽ ബി റെസ്പോൺസിബിൾ. എന്തുകൊണ്ടാണെന്നറിയാമോ എംപ്ലോയീസ് അവെയർ ആയിരിക്കണം എന്ന് പറയാൻ കാര്യം?
The employers will be responsible in the situation where drug abusing employee cause harm to others or to the company's properties. ഉണ്ടാവും. അതായത് ഇപ്പൊ ഇങ്ങനെ എംപ്ലോയർമാര് അല്ലെ തൊഴിലുടമകള് എംപ്ലോയേഴ്സ് അവെയർ ആയിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? എംപ്ലോയേഴ്സിനാണ്. റെസ്പോൺസിബിലിറ്റി എന്ത്? ഈ ഡ്രഗ് അബ്യൂസിങ് എംപ്ലോയീസ് എന്തെങ്കിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ, കമ്പനിയുടെ പ്രോപ്പർട്ടി, കമ്പനിയുടെ സ്വത്തിനൊക്കെ എന്തെങ്കിലും അവർക്ക് നാശങ്ങളൊക്കെ വരുത്തുകയൊക്കെ ആണെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? എംപ്ലോയറിനാണ്. അയാളല്ലേ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത് അല്ലേ? എംപ്ലോയേഴ്സ് ആണ് സെലക്ട് ചെയ്തത് കാൻഡിഡേറ്റ്സിനെ. അപ്പൊ അതിങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് അവരെ ജോലിക്ക് കയറുമ്പോൾ അവര് മറ്റുള്ളവർക്കും കമ്പനിയുടെ പ്രോപ്പർട്ടീസിനൊക്കെ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്ക് തന്നെയാണ്? എംപ്ലോയേഴ്സിനാണ്. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. ഡാഷ് വിൽ ബി റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഹു ഈസ് റെസ്പോൺസിബിൾ ഇൻ സിറ്റുവേഷൻ വെയർ ഡ്രഗ് അബ്യൂസിങ് എംപ്ലോയീസ് ഹാം ഉണ്ടാക്കുകയാണെങ്കിൽ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാനോ കമ്പനിക്ക് നഷ്ടം ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? എംപ്ലോയേഴ്സിനായിരിക്കും. മെനി എംപ്ലോയേഴ്സ് ഡിമാൻഡ് ദാറ്റ് ജോബ് കാൻഡിഡേറ്റ്സ് അണ്ടർഗോ ടെസ്റ്റിംഗ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? എംപ്ലോയേഴ്സ് ഡിമാൻഡ് ചെയ്യും അല്ലെ? ഈ ജോബ് ഈ ഡ്രഗ് ടെസ്റ്റിന് ജോബ് കാൻഡിഡേറ്റ്സ് ഡ്രഗ് ടെസ്റ്റിന് അവര് ഡ്രഗ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് എംപ്ലോയീസ് ഡിമാൻഡ് ചെയ്യും. അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം അല്ലേ, അവരുടെ തലയിലിരിക്കും ഇവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ. അതുകൊണ്ട് എംപ്ലോയീസ് ആവശ്യപ്പെടും കാൻഡിഡേറ്റ്സിന് ഡ്രഗ് ടെസ്റ്റ് നടത്തണമെന്ന്. എംപ്ലോയീസ് ഹാവ് ദ ഓപ്ഷൻ ടു റിജക്ട് ദ കാൻഡിഡേറ്റ്സ് ഹു റിഫ്യൂസ് ടു അണ്ടർഗോ ഡ്രഗ് ടെസ്റ്റിംഗ്. ഇനി എന്താണ്? എംപ്ലോയറിന് ഒരു ഓപ്ഷൻ ഉണ്ട്. എന്ത് ചെയ്യാൻ? ടു റിജക്ട് ദ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാൻ. എങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ? ഹു റിഫ്യൂസ് ടു അണ്ടർഗോ ഡ്രഗ് ടെസ്റ്റിംഗ്. ഡ്രഗ് ടെസ്റ്റിങ്ങിന് വിധേയരാകാത്ത അല്ലെങ്കിൽ ആ ഡ്രഗ് ടെസ്റ്റ് നടത്താൻ റിഫ്യൂസ് ചെയ്യുന്ന, നിരസിക്കുന്ന കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാൻ എംപ്ലോയീസിന് ഓപ്ഷൻ ഉണ്ട്. അണ്ടർലൈൻ ചെയ്തിട്ടേ. Dash have an option to reject the candidates who refuse to undergo drug testing. അപ്പൊ ഞാൻ ചെയ്യൂല, ഞാൻ ടെസ്റ്റ് ചെയ്യൂല എന്ന് പറയുന്ന കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാം അല്ലെ? റിജക്ട് ചെയ്യാനുള്ള അവകാശവും എംപ്ലോയേഴ്സിനുണ്ട്. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റിന്റെ, ഫിസിക്കൽ എക്സാമിനേഷന്റെ ഫസ്റ്റ് ഡ്രഗ് ടെസ്റ്റിംഗ് ഓക്കെ അല്ലേ? ഓക്കെ. രണ്ടാമത്തെയാണ് സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ്. സ്ട്രെങ്ത്, ശക്തി, അവര് ഫിറ്റ് ആണോ, ജോലിക്ക് ഫിറ്റ് ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. It is important for the employer to examine the strength or the fitness of the candidates for physically demanding job. Underline ചെയ്തിട്ട് ഫസ്റ്റ് സെന്റൻസ്. ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ജോലികള് അല്ലെ, അതിന് എന്തായാലും എന്ത് വേണം? എംപ്ലോയേഴ്സ് സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് കാൻഡിഡേറ്റ്സിന് ചെയ്യണം. Is important for the employer to examine. Employer examine ചെയ്യണം എന്ത്? The strength or fitness of the candidates for a physical demanding job. Physically demanding job, ശാരീരികമായി ബുദ്ധിമുട്ടുള്ള ജോലി അല്ലെ, അങ്ങനെയുള്ളതിന് എന്തായാലും ഈ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ് നടത്തണം. Almost all the police and fire department conduct fitness test for that candidate. അല്ലെ, പോലീസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തൂലേ? അതായത് ഇൻഡിവിജ്വൽ റിട്ടേൺ ടെസ്റ്റ് മാത്രമല്ല, അവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കൂടി ഉണ്ട് അല്ലെ? ഒരു കള്ളനെ പിടിക്കണമെങ്കിൽ ബുദ്ധി മാത്രം മതിയോ? അതിന്റെ പിന്നില് ബാക്കില് നമ്മൾ ബോഡി ചെന്ന് ചേസ് ചെയ്ത് പിടിക്കണമെങ്കിൽ അവരെക്കാളും കൂടുതൽ ശക്തി നമുക്ക് വേണ്ടേ അല്ലെ? അല്ലെങ്കിൽ കള്ളം വന്ന ഒരു ഇടിച്ചു കഴിഞ്ഞാൽ പോലീസ് അവിടെ താഴെ വീഴും, വേണ്ടേ? പോലീസ്, ഫയർ ഡിപ്പാർട്ട്മെന്റ്, ഇവിടെയൊക്കെ എന്താണ് ഈ ഫിസിക്കൽ ടെസ്റ്റില് സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ് നടത്തും. ഫിറ്റ് ആണോ അല്ലെ, അവര് ചെസ്റ്റിന്റെ ഇത്, അതിന്റെ ബ്രീത്തിങ്ങിന്റെ ഇത്, അങ്ങനെയൊക്കെ ഒരുപാട് ഇതില്ലേ, മെഷർമെന്റ്സ് ഇല്ലേ അവിടെ, അതൊക്കെ എന്തായാലും നമ്മൾ നടത്തണം. Okay, for steel workers, underwater demolition divers and telephone and outdoor craft workers, studies have shown that strength and fitness are positively linked to good training completion. ഇവരെല്ലാവരും എന്താണ്? സ്റ്റീൽ വർക്കേഴ്സ്, അണ്ടർ വാട്ടർ ഡിമോളിഷൻ ഡൈവേഴ്സ്, പിന്നെ വെള്ളത്തിന്റെ അടിയിലൊക്കെ മറ്റേ ഒത്തിരി നീന്താനും, അപ്പൊ അവർക്ക് ആ ബ്രീത്തിങ് കാര്യങ്ങളും ഇതെല്ലാം അതിനുള്ള ഇത് വേണം. പിന്നെ ടെലിഫോൺ ആൻഡ് ഔട്ട്ഡോർ
on craft workers. Studies എന്താ പറയുന്ന have shown that strength and fitness positively linked. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പോസിറ്റീവായിട്ട്? ഗുഡ് ട്രെയിനിങ് കംപ്ലീഷൻ and negatively related to occurrence of the lower back injuries. താഴ്ന്ന പുറം പരിക്കുകള്, back injuries, അത് നെഗറ്റീവ്ലി റിലേറ്റ് ചെയ്തിരിക്കുന്നു. പോസിറ്റീവ്ലി ലിങ്ക്ഡ് ടു ദ ഗുഡ് ട്രെയിനിങ് കംപ്ലീഷൻ. നല്ല ട്രെയിനിങ് കംപ്ലീറ്റ് ആയത് പോസിറ്റീവായിട്ടും, അതുപോലെ തന്നെ ലോവർ back injuries negatively relate ചെയ്തിരിക്കുന്നു. നോക്കി, സ്റ്റഡീസ് ഹാവ് ഇൻഡിക്കേറ്റഡ് ദാറ്റ് എ പേഴ്സൺ മാക്സിമം അപ്ടേക്ക് എയറോബിക് പവർ എത്രയായിരിക്കും പഠനങ്ങൾ പറയുന്നത്? ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 2.5 times in the amount needed on a continuous basis over an 8-hour shift. ഒരു വ്യക്തിയുടെ പരമാവധി ഓക്സിജൻ അപ്ടേക്ക് അല്ലെങ്കിൽ എയറോബിക് പവർ എത്രയായിരിക്കും എന്ന് പറഞ്ഞേക്കണ? 8 മണിക്കൂർ ഷിഫ്റ്റില് നമ്മൾ തുടർച്ചയായി ആവശ്യമായതിനേക്കാൾ കുറഞ്ഞത് എത്ര? 2.5 മടങ്ങെങ്കിലും ആയിരിക്കണമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ മാക്സിമം അപ്ടേക്ക് അല്ലെങ്കിൽ എയറോബിക് പവർ മണിക്കൂറിൽ എത്രയാ? 8 മണിക്കൂർ ഷിഫ്റ്റില് കുറഞ്ഞത് 2.5 ടൈംസ് മടങ്ങായിരിക്കണമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. തന്നേക്കണമെന്നുള്ളൂ കേട്ടോ. After result, person's ability to perform a challenging job for a short period of time does not inherently imply that they are fit to perform the same job all the day. Okay. ഈ അതായത് ഒരു ഫിസിക്കലി ചലഞ്ചിങ് ജോബ്, ശാരീരികമായിട്ട് വെല്ലുവിളി നിറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ജോലി, അതില് നമ്മളൊരു പേഴ്സൺ കുറച്ച് സമയത്തേക്ക് അത് നന്നായിട്ട് ചെയ്തു. ഇപ്പൊ 1 മണിക്കൂർ എന്താണ് ആ ഫിസിക്കലി നമ്മുടെ ചലഞ്ചിങ് ജോബ്, പേഴ്സൺസ് എബിലിറ്റി ടു പെർഫോം എ ചലഞ്ചിങ് ജോബ് അല്ലെ, നല്ല ബുദ്ധിമുട്ടുള്ള ജോബ് 1 മണിക്കൂറിൽ നന്നായിട്ട് ചെയ്തു. അതിനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നത് ആ ദിവസം മുഴുവനും ആ ജോലി ചെയ്യാനുള്ള ഇതാന്ന് പറയാൻ പറ്റുമോ? ആ ജോലി ആ മൊത്തം ദിവസം എന്ന് പറയാൻ പറ്റില്ല. അതായത് കുറഞ്ഞ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമില് എന്താണ് ആ ചലഞ്ചിങ് ജോബ് ചെയ്യാൻ ആ പേഴ്സണ് കഴിവുണ്ട് അല്ലെ. ജോലി ചെയ്യാനുള്ള കഴിവ് ദിവസം മുഴുവനും ഒരേ ജോലി ചെയ്യാൻ അവൻ യോഗ്യനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ദിവസം മുഴുവനും ചെയ്യാൻ പറഞ്ഞാൽ പറ്റൂല. Okay, it is possible to assemble a series of varied physical tests. അതുകൊണ്ട് എന്ത് ചെയ്യണം? It is possible to assemble a series of varied physical ടെസ്റ്റുകൾ assemble ചെയ്യണം. The technique is based on the detailed job analysis followed by the development of accurate stimulation of the job activities. A fire example അവിടെ കൊടുത്തിട്ടുണ്ട്. A firefighter, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഒരു ഫയർ ഫൈറ്റർ എക്സാമ്പിൾ പറഞ്ഞേക്കാം, would have to drag a 175-pound person down a flight of stairs. കണ്ടോ, ഒരു ഫയർ ഫൈറ്റർ 175 പൗണ്ട് ഭാരമുള്ള ഒരാളെ ഏതാണ് പടിക്കെട്ടിലൂടെ വലിച്ച് താഴേക്ക് കൊണ്ടുപോകേണ്ടി വരും. അത്രയും ചലഞ്ചിങ് ജോബ് അല്ലെ, അത്രയും 175 പൗണ്ട് കണ്ടോ, ഡ്രാഗ് 175 പൗണ്ട് പേഴ്സൺ, 175 പൗണ്ട് ഭാരമുള്ള ഒരാളെ പടിക്കെട്ടിലൂടെ വലിച്ച് കൊണ്ടുവരേണ്ടി വരാം. അതുപോലെ നോക്കിയേ, കോപ്പ് എന്ന് പറഞ്ഞ പോലീസ് ആട്ടോ, COP. പോലീസ് or cop might have to run a mile faster than offender. Offender ആരാ? കുറ്റവാളി അല്ലെ. ഒഫൻഡറിനേക്കാളും he or she is chasing while wearing 10 pounds of gear and body armor. പറഞ്ഞാൽ ഒരു പോലീസുകാരൻ 10 പൗണ്ട് ഗിയറും ബോഡി കവചവും ധരിച്ച ഒരു കുറ്റവാളിനെ പിന്തുടരുന്നതിനേക്കാൾ 1 മൈല് ദൂരത്തിൽ ഓടേണ്ടി വരാം അല്ലെ. അല്ലാതെ അയാളുടെ ബാക്കിൽ ഓടിയിട്ട് കാര്യമില്ലല്ലോ അല്ലെ. അയാളെ പിടിക്കണമെങ്കിൽ എന്താണ് ആ ഓഫൻഡറിനേക്കാൾ ഫാസ്റ്റിൽ ഓടേണ്ടി വരും അല്ലെ. അപ്പൊ അത്രയ്ക്കും അവർക്ക് എന്ത് വേണമെന്നാ പറഞ്ഞേക്കുന്നത്? ഫിസിക്കൽ സ്ട്രെങ്ത് വേണം, ഫിസിക്കൽ ഫിറ്റ് ആയിരിക്കണം, ഫിറ്റ്നസ് ആയിരിക്കണം, അത്രയും ശക്തി വേണം. ആ ഓഫൻഡർ അല്ലെങ്കിൽ കുറ്റവാളിയേക്കാളും അവരെ പിടിക്കണമെങ്കിൽ അവരോടനേക്കാൾ ഇച്ചിരി കൂടി സ്പീഡിൽ ഓടിയാലേ അവരെ ചെന്ന് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഇതൊക്കെ വേണം.
It is also possible to use a proactive method for evaluating validation. ഇവിടെ പറയുന്നുണ്ട് objectives measurement of heart rate. നമ്മൾ ഹാർട്ട് റേറ്റ് അല്ലെ എത്ര പ്രാവശ്യം ഇരിക്കുന്നുണ്ട്, ഓക്സിജൻ അപ്ടേക്ക് ബ്രീത്തിങ്ങിന്റെ ആൻഡ് അതർ മെട്രിക് എമംഗ് current employees can also be included in this process. ആ proactive മെത്തേഡിൽ പറഞ്ഞേക്കുന്നതാണ്. ഈ പ്രോസസ്സിൽ നമ്മൾ ഹാർട്ടിന്റെ ഇത് നോക്കും, ഹാർട്ട് റേറ്റ് നോക്കും, ഓക്സിജൻ അപ്ടേക്ക്, അതർ ഹെൽത്ത് മെട്രിക്സ്, അടിസ്ഥാന കാര്യങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിന്റെ ഇതിനകത്ത് തന്നെയുണ്ട്. മറ്റുള്ള ഹെൽത്ത് മെട്രിക്സ് ഇതെല്ലാനും ഏതാണ് ആ ഒരു പ്രോസസ്സിൽ ഉൾപ്പെടുന്നു. This knowledge should form the basis of selecting test of the endurance, flexibility, strength. അതായത് endurance എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത. Selecting the test. This knowledge should form a basis for selecting. ഈ ഒരു ഇതിനെ കുറിച്ചുള്ള നോളജ് അതാണ് ആ സെലക്ട് ചെയ്യാനുള്ള ടെസ്റ്റ് സെലക്ട് ചെയ്യാൻ. എൻഡ്യൂറൻസ് സഹിഷ്ണുത, ഫ്ലെക്സിബിലിറ്റി എന്താണ് വഴക്കം, സ്ട്രെങ്ത്, എയറോബിക് എബിലിറ്റി അവർക്ക് എയറോബിക് പവർ and as well as to determine cut-off point. ഇതൊക്കെയാണ് ആ കട്ട് ഓഫ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സെലക്ഷൻ ടെസ്റ്റില് കട്ട് ഓഫ് പോയിന്റുകൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫ്രീക്വന്റ് ഫിസിക്കൽ ടെസ്റ്റിംഗ് നെഗറ്റീവ്ലി ഇമ്പാക്ട് ദ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. എന്നാൽ ഈ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ഇമ്പാക്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒരു നെഗറ്റീവ് ഇതാണ്. ഇത്രയും ഇതില്ല, അപ്പൊ നമ്മുടെ മെയിൽസിന്റെ അത്രയും ഇത് വരുന്നില്ല ഫിസിക്കൽ ടെസ്റ്റുകൾ കാര്യങ്ങൾ ഫീമെയിലിന്റെ കാര്യത്തില്. അതായത് ഫീമെയിലിന് നമ്മൾ കട്ട് ഓഫ് പോയിന്റ് കുറവായിരിക്കും. എക്സാംസ് വെച്ച് നോക്കുമ്പോൾ ഫീമെയിൽസിനാകുമ്പോൾ ഇതിന്റെ കട്ട് ഓഫ് പോയിന്റ്സ് കുറവായിരിക്കും അവിടെ. Therefore, the employer should carefully establish and determine the validity and the cut-off score is the test. അപ്പൊ അതുകൊണ്ട് എംപ്ലോയർ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇതാക്കണം, നിർണ്ണയിക്കണം ഇത് വാലിഡിറ്റി ആൻഡ് കട്ട് ഓഫ് സ്കോർ. മെയിൽസിന്റെ ഫീമെയിൽസിന്റെയും ഇപ്പൊ കട്ട് ഓഫ് സ്കോറിന്റെ കാര്യമാണ് പറഞ്ഞു. ഫീമെയിൽസിനാണെങ്കിൽ കട്ട് ഓഫ് സ്കോർ അങ്ങനെ കുറവായിരിക്കും. അത് പ്രത്യേകിച്ച് നോക്കണം. എംപ്ലോയർ അത് കെയർഫുള്ളി അത് എങ്ങനെയാണെന്നുള്ളത് അത് നോക്കണം, സ്ഥാപിക്കണം, എസ്റ്റാബ്ലിഷ് ചെയ്യാം. ആൻഡ് ഡിറ്റർമിൻ നിർണ്ണയിക്കണം ദ വാലിഡിറ്റി ആൻഡ് കട്ട് ഓഫ് സ്കോർ ഓഫ് ദ ടെസ്റ്റ്. അപ്പൊ അതിനകത്ത് ആ ആദ്യത്തെ പാരഗ്രാഫില് 1-2 സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ബാക്കിത്തെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാ. Strength or fitness of the candidates for the physically demanding job. Okay. പിന്നെ അതിന്റെ ഓരോ എക്സാമ്പിളുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നേ. പോലീസ്, ഫയർമാൻ, ഫയർഫോഴ്സ് ഇതൊക്കെ നമ്മൾ ഈ ഫിറ്റ്നസ് സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് കാൻഡിഡേറ്റ്സിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ മൂന്നാമത്തെയാണ് HIV ആൻഡ് എയ്ഡ്സ് ടെസ്റ്റിംഗ്. HIV ടെസ്റ്റ് ആൻഡ് എയ്ഡ്സ് ടെസ്റ്റിംഗ്. HIV എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. Acute immunodeficiency syndrome, AIDS testing. Due care is being taken by employers for recruiting candidates having HIV. HIV ഉള്ള കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഈ എംപ്ലോയേഴ്സ് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് പറയുന്നുണ്ട്. ഡ്യൂ കെയർ ഈസ് ബീങ് ടേക്കൺ. നമ്മൾ HIV പേഷ്യൻസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ, ഒരു ജോബ് പൊസിഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ എംപ്ലോയേഴ്സ് എന്താ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ കനേഡിയൻ കറന്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ CHRC, ആ എക്സ്പാൻഡഡ് ഫോം വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചോ. Canadian Current Human Rights Commission policy states that the commission would not consider being HIV or AIDS free as a bona fide occupational necessity. BFOR, bona fide occupational necessity, or a bona fide justification, BFJ. Bona fide
justification unless it can be proved that being free from AIDS or HIV is essential for the effective, productive, and consistent performance of the job or to receive programs or services. അതായത് ഈ ജോലിയുടെ നമ്മള് ഒരു കാര്യക്ഷമമായിട്ടുള്ള അല്ലെങ്കിൽ ഉൽപാദനക്ഷമത അതിനൊക്കെ പ്രകടനത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പ്രോഗ്രാമുകളോ സേവനങ്ങളോ ഒക്കെ ലഭിക്കുന്നതിനൊക്കെ ഈ HIV അല്ലെങ്കിൽ എയ്ഡ്സ് പേഷ്യന്റിൽ നിന്ന് അത് അവര് അതിൽ നിന്ന് മുക്തമാകണമെന്ന് നമുക്ക് എന്താ പറയാ അത് പറയാൻ പറ്റില്ല. അതില്ല ആവശ്യമില്ല എന്ന് പറഞ്ഞേ, ലഭിക്കുന്നത് മുക്തമാകേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നില്ല, തെളിയിക്കാൻ കഴിയുന്നില്ല. ഇതാണ് കനേഡിയൻ കറന്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. ഇതിലൊക്കെ എന്താ, ഈ ജോലി നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ജോലി BFOR കിടക്കണോ, ബോണഫിഡ് ഒക്യുപേഷണൽ നെസസിറ്റി അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അത് എന്താ പറയണത്, അത് താഴെ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. ഈ കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ, കനേഡിയൻ കറന്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ BFOR ഒരുമിച്ച് ഇത് തന്നേക്കണമെന്നുള്ളൂ കേട്ടോ. ബോണഫിഡ് ഒക്യുപേഷണൽ നെസസിറ്റി BFOR അത് പറഞ്ഞേക്കണം, ഒരുമിച്ച് അങ്ങനെ കൊടുത്തേക്കുന്നതാണ്. അതായത് ഈ കനേഡിയൻ കറന്റ് കമ്മീഷൻ, അത് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ഈ HIV പേഷ്യന്റില് ആ HIV പേഷ്യന്റ് അവര് ഈ ജോലിയുടെ ഈ ഫലപ്രാപ്തിയോ അല്ലെങ്കിൽ അത് അവര് നല്ല രീതിയിൽ അവര് അല്ലെങ്കിൽ ജോലി നല്ലവണ്ണം ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് ഫ്രീ ആവണമെന്ന് അവര് പറയുന്നില്ല. ഇതില്ലാത്ത പേഷ്യൻസ് അല്ല, ഇതില്ലാത്തവർക്ക് മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റൂ, അങ്ങനെയില്ല. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്, തിരിച്ചാ പറഞ്ഞേക്കുന്നത്. അതായത് ജോലിയുടെ ശരിക്കും പെർഫോമൻസോ അതുപോലെ തന്നെ സർവീസോ ഇതൊക്കെ നല്ല ഫലപ്രദമായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഈ HIV മുക്തമാകണമെന്ന് തെളിയിക്കാൻ കഴിയുന്നില്ല. അത് അല്ലെങ്കിൽ HIV അല്ലെങ്കിൽ എയ്ഡ്സ് രഹിതമായിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെപ്പോഴത് താഴെ അവിടെ പറഞ്ഞിട്ടുണ്ട്. The Canadian Medical Association does not support HIV or AIDS testing. അതുകൊണ്ട് അവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. മനസ്സിലായോ? The Canadian Medical Association does not support HIV or AIDS testing. അതിനെ ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? ഈ HIV നിന്ന് മുക്തമായെങ്കിലേ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. HIV ഉള്ള ആളുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അത് അവരുടെ ജോലിക്ക് എന്താ പറയാ പ്രശ്നമില്ല. ഇനി എപ്പോഴാണ് അവർ ചെയ്യുന്നത്? According to them, these testing should only be performed in the situation where such medical condition may impact the job performance of the candidates. എപ്പോ മാത്രം അവർ ചെയ്യാൻ പറയണുള്ളൂ? This testing should be performed. എപ്പോഴും നിർവഹിക്കാം? In the situation where such medical condition impact the job performance. കണ്ടോ, ആ ജോലിയുടെ പെർഫോമൻസിന് എന്തെങ്കിലും സ്വാധീനം വരുവാണെങ്കിൽ, അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, സ്വാധീനിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ ടെസ്റ്റ് പെർഫോം ചെയ്താൽ മതി. ഇപ്പൊ അവരുടെ ജോലി അവർ ചെയ്യുന്നത് അത്രയും അതിനെ സ്വാധീനിക്കാന്ന് പറഞ്ഞാൽ എന്താ, സാധാ ആളുകൾ ചെയ്യുന്ന അത്രയും വർക്ക് അവർ ചെയ്യുന്നില്ല. അങ്ങനെ വരുവാണെങ്കിൽ, ആ ജോലിയിൽ അഫക്ട് ചെയ്യുവാണെങ്കിൽ മാത്രം എന്താ ചെയ്താൽ മതി, ഈ HIV AIDS ടെസ്റ്റിങ് ചെയ്താൽ മതി. മനസ്സിലായോ പറഞ്ഞേക്കണത്? ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇത്രയും ഉള്ളിതൊന്നും നോക്കൂല. അതായത് ഇവര് പറയുന്നത് എന്താ, കമ്മീഷൻ എന്താ, കനേഡിയൻ കറന്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ പോളിസി ഒക്കെ പറയുന്നത് അവര് കൺസിഡർ ചെയ്യുന്നില്ല എന്നാ പറഞ്ഞേക്കണേ. വുഡ് നോട്ട് കൺസിഡർ, അവരത് കൺസിഡർ ചെയ്യുന്നില്ല. ഈ ജോലി നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ കാൻഡിഡേറ്റ്സ് HIV AIDS ഫ്രീ ആയിരിക്കണം എന്നുള്ളതിനൊരു ഇതുമില്ല. അതുകൊണ്ട് അവർ ആ ടെസ്റ്റ് അവരധികം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇനി എപ്പോഴാകേണ്ട, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് The Canadian Medical Association does not support the HIV or AIDS testing. അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? ഇനി അത് അവന്റെ ഫ്രീ ആവണം എങ്കിൽ മാത്രം അവർക്ക് നല്ലോണം ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയില്ല. ഇനി അവര്
എപ്പോൾ മാത്രമാണ് ആ ടെസ്റ്റ് ചെയ്യേണ്ടി വരിക? ആ കാൻഡിഡേറ്റ്സ് ആ ജോലിയിൽ അവരെ എന്തെങ്കിലും ഇമ്പാക്ട് ചെയ്യുകയാണെങ്കിൽ, കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസ്, ജോബ് പെർഫോമൻസിൽ എന്തെങ്കിലും സ്വാധീനിക്കുകയാണെങ്കിൽ മാത്രം അങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷൻ മാത്രം ഈ ടെസ്റ്റ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, അതിപ്പോ വേറെ ഒന്നും അണ്ടർലൈൻ ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത നാലാമത്തെയാണ് ജെനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ജെനറ്റിക് ടെസ്റ്റിംഗ്, DNA ടെസ്റ്റ് നടത്തൂല്ലേ, അത് ജെനറ്റിക് ടെസ്റ്റിംഗ് ഓർ അല്ലെങ്കിൽ നമുക്ക് DNA ടെസ്റ്റിംഗ് എന്ന് പറയാം. According to the Health Law Institute at the University of Alberta, almost 24% of genetic specialists believe that the employer should have access to an employee's confidential medical record in order to determine whether the employee is likely to develop a genetic disease that could be costly to the കണ്ടോ എന്താ പറഞ്ഞേക്കുന്നത്? ഈ 24% ഓഫ് ജെനറ്റിക് സ്പെഷ്യലിസ്റ്റും എന്താ പറയുന്നേക്കുന്നത്? എംപ്ലോയേഴ്സ് എന്ത് ചെയ്യണം? അസസ് ചെയ്യണം. ഈ എംപ്ലോയീസിന്റെ കോൺഫിഡൻഷ്യൽ മെഡിക്കൽ റെക്കോർഡ് നിർണ്ണയിക്കുന്ന ഈ ജെനറ്റിക് ടെസ്റ്റുകള്, അല്ലെ, ആ ജെനറ്റിക് ടെസ്റ്റുകള് നടത്തണം എന്നാണ് 24% ഓഫ് ജെനറ്റിക് സ്പെഷ്യലിസ്റ്റ് വിശ്വസിക്കുന്നത്. അതെന്താണ്? അല്ലെങ്കിൽ എന്താകും? ദാറ്റ് കുഡ് ബി കോസ്റ്റ്ലി ടു ദ എംപ്ലോയറിന് കോസ്റ്റ്ലി ആകും. എന്ന് വെച്ചാൽ എന്താ? എംപ്ലോയറിന് കോസ്റ്റ്ലി ആവും എന്ന് പറഞ്ഞെന്താ? അതായത് എംപ്ലോയർ മെഡിക്കൽ റെക്കോർഡുകൾ വെരിഫൈ ചെയ്യാറുണ്ട്. ഈ നമ്മുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും പൊടികളോ അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ചിലപ്പോ അതുമൂലം ആളുകൾക്ക് രോഗം വരാം. ഇപ്പൊ ചിലർക്ക് ഈ പറഞ്ഞ ഒരു ആസ്മ അങ്ങനെ എന്തെങ്കിലും അവർക്കുണ്ട്, അങ്ങനെയുള്ള പേഷ്യൻസ്, അലർജി അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവര് ഇപ്പോ അവർക്ക് ആ ഒരു റെക്കോർഡിക്കലി അവർ ആ ഒരു ജെനറ്റിക് ഡിസീസ് ഉണ്ട്, പാരമ്പര്യമായിട്ട് ഹെറിഡിറ്റി ഡിസീസ് അവർക്ക് ഉണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ കമ്പനിക്ക് കുഴപ്പമില്ല. ഇനി അതല്ല, അയാള് പറയാണ് ഞാൻ ഇവിടെ ജോലിക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് ഈ അസുഖം വന്നേ, അങ്ങനെ പറയുമ്പോൾ അപ്പൊ അങ്ങനെ വേണമെങ്കിൽ കമ്പനിക്ക് എതിരെ കേസ് കൊടുക്കാം, ആ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം മേടിക്കാം, അല്ലെ, ഞാനിവിടെ വന്നതിന് ശേഷമാണ് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എംപ്ലോയറിന് അത് ചെലവ് കൂടില്ലേ, അല്ലെ, ആ കമ്പനിക്ക് നഷ്ടം വരില്ലേ, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അയാള് പറയാണ് ഈ എന്താണ്, ഞാനിവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ അസുഖം വന്നത്, അല്ലെ, അങ്ങനെ പറയുകയാണെങ്കിലോ, അല്ലെ, അങ്ങനെ വേണമെങ്കിൽ അവർക്ക് രോഗം വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ. അങ്ങനെ വരുമ്പോൾ രോഗം കൂടാൻ ചിലപ്പോ ഓൾറെഡി ചിലപ്പോൾ അസുഖം ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ അതിന്റെ മെഡിക്കൽ റെക്കോർഡൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഇതിലൂടെ വന്നതിന് ശേഷം രോഗം വന്നെന്ന് പറഞ്ഞ് കമ്പനിക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ കമ്പനി അതിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും, അല്ലെ. അത് എംപ്ലോയറിനെ സംബന്ധിച്ച് എന്താണ്? കോസ്റ്റ്ലി ആണ്. അപ്പൊ അങ്ങനെ ഇത് വരാതിരിക്കാനായിട്ട് എന്താണ് എംപ്ലോയേഴ്സ് എന്ത് ചെയ്യണം? കോൺഫിഡൻഷ്യൽ മെഡിക്കൽ റെക്കോർഡ് അത് അവർ കീപ്പ് ചെയ്യണം, നോക്കണം. ഓക്കെ, ജെനറ്റിക് ടെസ്റ്റിംഗ് ഈസ് ദ കണ്ടിന്യൂസ് issue that proposes screening or monitoring job applicant for genetic propensity to illness caused by various workplace chemical or substances. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എന്താണ് ജെനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്? പല ജോലി സ്ഥലങ്ങളിലുള്ള രാസവസ്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കെമിക്കൽസ് ആവാം, അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും പദാർത്ഥങ്ങളാവാം, എന്തെങ്കിലും സബ്സ്റ്റൻസ് ആകാം. അതൊക്കെ മൂലം രോഗത്തിലേക്കുള്ള ഒരു ജെനറ്റിക് ആയിട്ടുള്ള പ്രവണതയ്ക്കായിട്ട് ജോബ് കാൻഡിഡേറ്റ്സിനെ സ്ക്രീനിങ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവരെ മോണിറ്റർ ചെയ്യുക, പരിശോധിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ജെനറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? അവര് സ്ക്രീനിങ് ചെയ്യാണ്. എന്തെങ്കിലും കെമിക്കൽസോ അല്ലെങ്കിൽ ആ ജോലി സ്ഥലത്തുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസോ അത് മൂലം അവർക്ക് എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ഉണ്ടോ, അല്ലെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവരെ നിരീക്ഷിക്കുക, സ്ക്രീനിങ് ചെയ്യുക, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നതാണ് ആരെ? ഈ ജോബ് ആപ്ലിക്കൻസിനെ. അതാണ് ജെനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തല്ലോ കേട്ടോ.
dash, it's a continuous issues that proposes screening or monitoring of job applicants for genetic prosperity. പ്രവണത കേട്ടോ, പ്രോസ്പെൻസിറ്റി എന്ന് പറഞ്ഞ പ്രവണത. എന്തിന്? ടു ഇൽനെസ് കോസ്ഡ് ബൈ വേരിയസ് വർക്ക്പ്ലേസ് കെമിക്കൽസ് ഓർ സബ്സ്റ്റൻസ്. വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന പല കെമിക്കൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും പദാർത്ഥ സബ്സ്റ്റൻസോ അതൊക്കെ മൂലം അവർക്ക് രോഗം വരാനുള്ള ഒരു പ്രവണത, അതിന് സ്ക്രീനിങ് ചെയ്യുന്നോ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുകയോ എന്നതാണ് ജനറ്റിക് ടെസ്റ്റിംഗ്. Genetic monitoring is issued to alert the workers to workplace toxins. എന്ത് ചെയ്യുന്നു? ജനറ്റിക് മോണിറ്ററിംഗ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? യൂസ്ഡ് ടു അലേർട്ട് ആക്കാൻ ആരെ? വർക്കേഴ്സിനെ. എന്തിനാണ് അലേർട്ട്? വർക്ക്പ്ലേസ് ടോക്സിൻസ്, വർക്ക്പ്ലേസ് ഉണ്ടാക്കുന്ന ടോക്സിൻസ്, അതിനെതിരെ വർക്കേഴ്സിനെ അലർട്ട് ആക്കാൻ ജനറ്റിക് മോണിറ്ററിംഗ് ഉപയോഗിക്കുന്നു. ജനറ്റിക് മോണിറ്ററിംഗ് ഈസ് യൂസ്ഡ് to alert workers to workplace toxins. Underline ചെയ്തോട്ടോ. വർക്കേഴ്സിനെ വർക്ക്പ്ലേസിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് അതിൽ നിന്ന് അലർട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. However, genetic screening is used to identify hereditary disease to workplace hazards. Genetic screening എന്തിനാ ഉപയോഗിക്കുന്നത്? To identify hereditary, പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ. ചിലർക്ക് ശ്വാസം മുട്ടുണ്ടാകാം, പാരമ്പര്യമായിട്ട് അപ്പൂപ്പനുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, മോന് വന്നു, അല്ലെ? അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന രോഗങ്ങൾ ഇത് ആകാം, അല്ലെ? അതെന്ന് പറഞ്ഞപ്പോ നമുക്ക് അങ്ങനെയുള്ള ആളുകളെ നമ്മള് പൊടിയുള്ള അതിനകത്തൊക്കെ കൊണ്ടുവന്നാൽ വീണ്ടും നമുക്ക് രോഗങ്ങളൊക്കെ വരാം, അല്ലെ? വർക്ക്പ്ലേസ് ഹസാർഡ്സ് അതുമൂലം അവർക്കുള്ള എന്തെങ്കിലും ഹെറിഡിറ്ററി ഡിസീസ് ഉണ്ടോ, അല്ലെ? അതൊക്കെ സ്ക്രീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ഓൾസോ ബി യൂസ്ഡ് ആസ് പ്രീ എംപ്ലോയ്മെന്റ് ടെസ്റ്റ് ടു റിഡ്യൂസ് ദ റിസ്ക് ഓഫ് എംപ്ലോയർ. എംപ്ലോയറിന് ആ റിസ്ക് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ചെയ്ത മെഡിക്കൽ റെക്കോർഡ് കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തെളിവുണ്ട്, നേരത്തെ ഇയാൾക്ക് അസുഖം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? അപ്പൊ അതുകൊണ്ട് പ്രീ എംപ്ലോയ്മെന്റ് ടെസ്റ്റ് എന്തിന് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് എംപ്ലോയറിന് റിസ്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്ത് റിസ്കാ? അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരാം, ആ റിസ്ക് കുറയ്ക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ദോസ് വർക്കേഴ്സ് ഹു ഹാവ് ആൻ ഇൻഹെറിറ്റഡ് സെൻസിറ്റിവിറ്റി will not be hired at the lead battery plant. അതായത് അതെന്ന് പറഞ്ഞ ഇപ്പൊ ഒരു എന്താ പറയാ, ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഒരു ബാറ്ററികൾ നിർമ്മിക്കുന്ന വലിയ ഫെസിലിറ്റിയാണ്. അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി റിസ്ക് ഉള്ള ഇതാണ്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവര് ആ പൊടി അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇതൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യാൻ പാടില്ല? അതിനോട് ആ പൊടിയിനോടൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെ ആ ഒരു പൊസിഷനിലേക്ക് നിയമിക്കാൻ പറ്റില്ല, നിയമിക്കാറില്ല പറഞ്ഞേക്കുന്നത്. അപ്പൊ അവർക്കിടെ ജനറ്റിക് ടെസ്റ്റുകൾ നടത്തി അത് ഓക്കെ ആണോ എന്ന് നോക്കി അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ ആ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ആ ജോബിലേക്ക് ഇടാൻ പറ്റുള്ളൂ. പിന്നെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ അലർജി, ശ്വാസമുട്ട്, ആസ്മ ഇങ്ങനെയൊക്കെ പോലുള്ള രോഗികളെ അങ്ങനെ അധികം പൊടിയും ഇങ്ങനെയുള്ള ജോലി ആ ഒരു സിറ്റുവേഷനിലേക്ക് അവരെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, ഹയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ? അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മതി കേട്ടോ. 4 തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഫിസിക്കൽ എക്സാമിനേഷൻ മെത്തേഡുകളാണ്. പല രീതിയിൽ നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്താം. ഫിസിക്കൽ എക്സാമിനേഷൻ മെത്തേഡുകൾ ഒന്ന് നോക്കി വെക്കുക ഏതൊക്കെയാന്നുള്ള. ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തും. എന്നുവെച്ചാൽ ഒരു അമിതമായിട്ട് ഡ്രഗ് ഒക്കെ യൂസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് അവര് വർക്ക് പ്ലേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. അതിന്റെ ഉത്തരവാദിത്തം എംപ്ലോയർ പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അവർ ആ ഫിസിക്കലി ആ ജോലിക്ക് ഫിറ്റാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ് ടെസ്റ്റിംഗ് നടത്തുന്നത്. ഇതിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇനിയിപ്പോ ഡ്രഗ് ടെസ്റ്റ് നടത്താൻ അതിന് നിരസിക്കുന്ന കാൻഡിഡേറ്റ്സിനെ എംപ്ലോയറിന് തന്നെ റിഫ്യൂസ് ചെയ്യാനും റിജക്ട് ചെയ്യാനും പറ്റും. രണ്ടാമത്തെയാണ് സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ്. സ്ട്രെങ്ത് ഫിറ്റ്നസ് നോക്കുകയാണ്. അത് ചില ജോലി പോലീസ് ഫയർ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തണം. എന്നുവെച്ചാൽ കാൻഡിഡേറ്റ്സ് ആ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് നല്ല ശക്തിയും ഫിറ്റ് ഒക്കെ ആയിരിക്കണം. പോലീസൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആ കള്ളനെ പിടിക്കണമെങ്കിൽ അതിനെ ഓവർകം ചെയ്യണം. അയാളുടെ പുറകെ എത്ര ദൂരം ഓടിയിട്ട് കാര്യമില്ല. അപ്പൊ എല്ലാം അതിനുള്ള ബോഡി ഓക്കെ ആയിരിക്കണം. അതൊക്കെയാണ് അങ്ങനെയുള്ള ജോലിക്ക് ആ ഒരു ഇത് വേണം. പിന്നെ അടുത്താണ് HIV ആൻഡ് എയ്ഡ്സ് ടെസ്റ്റിംഗ്. HIV എയ്ഡ്സ് ടെസ്റ്റിങ്ങുകൾ നടത്തുന്നു.
ഇപ്പൊ നമ്മള് ഈ എയ്ഡ് എപ്പോ മാത്രം നടത്തുന്നുള്ളൂ? ഇപ്പൊ ശരിക്കും ആ എയ്ഡ്സ് HIV ഉള്ള പേഷ്യൻസ് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ചിലപ്പോ എന്താ അവരുടെ പെർഫോമൻസിന് വലിയ ബാധിക്കുന്ന വരില്ല, ജോബ് പെർഫോമൻസിൽ. അപ്പൊ അതെന്ന് വെച്ചാൽ അതുകൊണ്ട് മെഡിക്കൽ എക്സാമിനേഷൻ അത്രയും ഒരു ഇതായിട്ട് പറയുന്നില്ല അവിടെ. കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനെ. ഇനി ഏത് കാരണത്തിലാണ് അത്, എന്തെങ്കിലും ജോലിക്ക് അങ്ങനെയുള്ളവര് എന്തെങ്കിലും ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ അല്ലെങ്കിൽ ജോലിയിൽ സ്വാധീനിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രം HIV AIDS ടെസ്റ്റിംഗ് നടത്താൻ മതി. ഓക്കെ, പിന്നെ ലാസ്റ്റത്തെയാണ് ജെനറ്റിക് ടെസ്റ്റിംഗ്. പാരമ്പര്യമായിട്ടൊക്കെ ജെനറ്റിക് ഡിസീസുകളോ പാരമ്പര്യമായിട്ട് ഹെറിഡിറ്റി ഡിസീസൊക്കെ ഉള്ള കാൻഡിഡേറ്റ്സ്, അപ്പൊ അവരെ അങ്ങനെയുള്ള ആ ഒരു ഇതിനോടൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരെ അങ്ങനെയുള്ള പൊടിയൊക്കെ അധികം നിൽക്കുന്ന ആ ഒരു ജോലിയിലേക്ക് ഹയർ ചെയ്യാൻ പറ്റില്ല. അതിനനുസരിച്ച് കാൻഡിഡേറ്റ്സിന് സെലക്ട് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്ത് നോക്കിയ സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. എന്താണ് സിഗ്നിഫിക്കൻസ്? ഇത് പോയിന്റ്സ് ആണ്, ഒന്ന് നോക്കി വെക്കാം. ഇറ്റ് എലിമിനേറ്റ് ദി കാൻഡിഡേറ്റ്സ് ദാറ്റ് ആർ നോട്ട് ഫിസിക്കലി ഏബിൾ ടു പെർഫോം ബേസിക് ഫങ്ഷൻസ് ഓഫ് ദ ജോബ്. ജോലിയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത, ഫിസിക്കലി ഏബിൾ അല്ലാത്ത, ഫിസിക്കലി ശാരീരികമായി കഴിവില്ലാത്ത കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ. എലിമിനേറ്റ് ദ കാൻഡിഡേറ്റ്സ് എങ്ങനെയുള്ളവരെ? ഫിസിക്കലി ഏബിൾ അല്ലാത്തവര്, നോൺ ഫിസിക്കലി ഏബിൾ അല്ലാത്തവര്, അല്ലെ? നോട്ട് ഫിസിക്കലി ഏബിൾ ടു പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ് ഓഫ് ദ ജോബ്. ജോലിയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങള് നിർവഹിക്കാൻ ഫിസിക്കലി ഏബിൾ അല്ല, കഴിവില്ലാത്ത കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റുകൾ നടത്തും. ഇനി എക്സിസ്റ്റിംഗ് എബിലിറ്റീസ് ആർ ഡിസ്കവേർഡ് ബൈ ഫിസിക്കൽ എക്സാമിനിങ് ദ കാൻഡിഡേറ്റ്സ്. ഇനി അവർക്ക് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഡിസബിലിറ്റീസ് നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? നിലവിലുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഡിസബിലിറ്റി ഉണ്ടോ? ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ അവരുടെ നിലവിലുള്ള ഡിസബിലിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റും, ഡിസ്കവർ ചെയ്യാൻ പറ്റും. At the time of hiring, it help the organization to gather the information related to the employee's health. ഇനി എന്താ, ഈ നിയമന സമയത്ത്, നിയമിക്കുന്ന സമയത്ത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയിയുടെ ഹെൽത്തിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും. Okay, it helps the organization to gather information related to the employee's health. എംപ്ലോയിയുടെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, അതേക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ശേഖരിക്കാൻ പറ്റും. The main objective behind the physical examination is to save the company from various legal and ethical matters related to workman's compensation. കണ്ടോ എന്താ പറഞ്ഞേക്കണേ? മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഫിസിക്കൽ എക്സാമിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? ടു സേവ് ദ കമ്പനി. കമ്പനീനെ സേവ് ചെയ്യുക, കമ്പനീനെ രക്ഷിക്കുക. എങ്ങനെ? ഫ്രം വേരിയസ് ലീഗൽ ആൻഡ് എത്തിക്കൽ മാറ്റേഴ്സ്. നിയമപരമായിട്ടുള്ള, ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങള് റിലേറ്റഡ് ടു ഏതുമായിട്ട്? വർക്ക്മാൻസ് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ നമ്മൾ പറഞ്ഞില്ലേ, അല്ലെ? ഫിസിക്കൽ എക്സാമിനേഷൻ ഒന്നും നടത്താത്ത ഒരു കാൻഡിഡേറ്റ്സ് ആണ്. അവരെ കൊണ്ടുവന്ന് നമുക്കിപ്പോ അവർക്ക് നമ്മൾ ഈ ഫിസിക്കൽ എക്സാമിനേഷന് പല മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. ജെനറ്റിക് ടെസ്റ്റിംഗ്, ആസ്മ പേഷ്യൻസോ അല്ലെങ്കിൽ പൊടി ഇതിനുള്ള അലർജിയുള്ള പേഷ്യൻസിനെ അങ്ങനെ പൊടിയൊക്കെ കൂടുതലുള്ള സ്ഥലത്ത് അങ്ങനെ ജോലിക്ക് നിർത്തി. അപ്പൊ അവർക്ക് അസുഖം കൂടുതലായി കഴിയുമ്പോ അവരെന്ത് പറയും? അവർ പോയി കമ്പനിക്കെതിരെ ലീഗലായിട്ട്, നിയമപരമായിട്ട് എന്തെങ്കിലും പരാജയപ്പെടുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇവർക്കിടെ കമ്പനിക്ക് ഒരു പ്രൂഫ് ഇല്ല, ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടില്ലല്ലോ. ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞാൽ ഓക്കെയാണ്, അല്ലെ? നമുക്ക് ഇത് നേരത്തെ ഉണ്ടെന്നുള്ളത് പ്രൂഫ് ഉണ്ട്. അപ്പൊ അവര് പറയാണ്, ഞാനിവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ അസുഖം വന്നത് എന്നൊക്കെ പറഞ്ഞ് കമ്പനിക്കെതിരെ നടപടിക്ക് പോവുകയാണെങ്കിൽ കമ്പനി അതിന്റെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ഉണ്ടോ? അങ്ങനെ ആ കമ്പനി കോമ്പൻസേഷൻ കൊടുക്കുന്നത്, അതിൽ നിന്ന് കമ്പനിയെ സംരക്ഷിക്കാനും ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? ഇതൊക്കെ ഒന്ന് വായിച്ചൊന്ന് നിങ്ങളുടെ മെമ്മറിയിൽ വെച്ചേക്കാം, മനസ്സിലാക്കി വെക്കാൻ. അത് 1 by 1 ആയിട്ട് ഓരോ സെന്റൻസും ഫുള്ളായിട്ട് പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി മൂന്നാമത്തെ നോക്കി,
Those infected with the deadly disease are excluded from the recruitment. ഇനി കലശലായ രോഗമുള്ളവരെ അല്ലെ, മാരകമായ രോഗങ്ങൾ ബാധിച്ചവരെ എന്ത് ചെയ്യുന്നു? എക്സ്ക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക. റിക്രൂട്ട്മെന്റിൽ നിന്ന് ഒഴിവാക്കും അല്ലെ. ഒട്ടും പറ്റില്ല, തീരെ വയ്യ, നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി, ആ കാൻഡിഡേറ്റ്സ് ജോലി ചെയ്യാൻ ഒട്ടും ഏബിൾ അല്ല, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവരെന്ത് ചെയ്യാൻ പറ്റും? എക്സ്ക്ലൂഡ് ചെയ്യാം, റിക്രൂട്ട്മെന്റിൽ നിന്ന് ഒഴിവാക്കാനും പറ്റും. മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവരെ റിക്രൂട്ട്മെന്റിൽ നിന്നും ഒഴിവാക്കുന്നു. അടുത്ത നാലാമത്തെ നോക്കിയേ, to protect the job applicants from performing job after that are dangerous and prejudicial to their health. കാൻഡിഡേറ്റ്സിനെ, അവരുടെ ആരോഗ്യത്തെ, to protect the applicants പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്തിന്? from performing job that are dangerous ആയിട്ടുള്ള, prejudicial എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ദോഷകരമായിട്ടുള്ള, അതായത് കാൻഡിഡേറ്റ്സിനെ അവരുടെ ആരോഗ്യത്തിന് അപകടകരവും ദോഷകരമായിട്ടുള്ള ജോലികൾ നിർവഹിക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു. ആപ്ലിക്കൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. ഇപ്പൊ ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റുകൾ നടത്തി ഓക്കെ ആണെങ്കിൽ നമ്മൾ അതിലേക്ക് എടുക്കുള്ളൂല്ലോ. ഓക്കെ ആണെങ്കിലാണ് ജോബ് ഓഫർ കൊടുത്ത് അവരെ അതിലേക്ക് ആക്കുള്ളൂ. അപ്പൊ ഫിസിക്കലി ആപ്റ്റ് അല്ലാത്തവരെ റിജക്ട് ചെയ്യുമെന്നും നമ്മൾ പറഞ്ഞു അല്ലേ. അത് അങ്ങനെ എന്താ പറയാ, അപ്പൊ അതങ്ങനെ നടത്തുമ്പോ ആപ്ലിക്കൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ പെർഫോം ദി ജോബ് ദാറ്റ് ആർ ഡേഞ്ചറസ് ഓർ പ്രെജുഡീഷ്യൽ ടു ദ ഹെൽത്ത്. ആ ആപ്ലിക്കൻസിന്റെ ആരോഗ്യത്തിന് അപകടകരവും ദോഷകരമാകുന്ന ജോലികള് അത് അതിൽ നിന്ന് ആപ്ലിക്കൻ അങ്ങനെ അത് പെർഫോം ചെയ്യുന്നതിൽ നിന്ന് ആപ്ലിക്കൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അടുത്ത് നോക്കി അഞ്ചാമത്തെ, ഇറ്റ് അസിസ്റ്റ് ഇൻ പ്ലേസിംഗ് കാൻഡിഡേറ്റ്സ് ഇൻ ഓർഡർ വിത്ത് ദെയർ ഹെൽത്ത് ഇഷ്യൂ. അടുത്തെന്താ? അത്രയും നോക്കിയാൽ മതി. ഇറ്റ് അസിസ്റ്റ് ഇൻ പ്ലേസിംഗ് ചെയ്യാൻ കാൻഡിഡേറ്റ്സിനെ ഇൻ ഓർഡർ വിത്ത് ദെയർ ഹെൽത്ത് ഇഷ്യൂ. അവരുടെ ഹെൽത്ത് ഇഷ്യൂ, ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാൻ സഹായിക്കുന്നു. മനസ്സിലായോ? അവരുടെ ഹെൽത്ത് ഇഷ്യൂ നോക്കൂ, അതിനനുസൃതമായിട്ട് കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാനും സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ, എ കാൻഡിഡേറ്റ്സ് വിത്ത് ക്രോണിക് ബ്രോങ്കൈറ്റിസ് will be placed in job which is less exposed to high level of dust or irritating fumes. കണ്ടോ? ഒരു കാൻഡിഡേറ്റ്സ് നല്ല ക്രോണിക് ബ്രോങ്കൈറ്റിസ് അല്ലെ, ശ്വാസമുട്ടില് അല്ലെങ്കിൽ നമുക്ക് ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ എവിടേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാം? ജോബ് വിത്ത് ലെസ് എക്സ്പോസ്ഡ് ടു ഹൈ ലെവൽ ഓഫ് ഡസ്റ്റ് ഓർ ഇറിറ്റേറ്റിംഗ് ഫ്യൂംസ്. ഇറിറ്റേഷൻ ഉണ്ടാകുന്ന പുകകൾ വരുന്ന സ്ഥലത്ത് അല്ലെ, അങ്ങനെയുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹൈ ലെവല് ഡസ്റ്റ്, നല്ല പൊടിയുള്ള സ്ഥലത്ത്, അതിൽ നിന്നൊക്കെ എന്താ പറയാ, അത് അങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് കണ്ടോ, ലെസ് എക്സ്പോസ്ഡ് ടു ഹൈ ലെവൽ ഓഫ് ഡസ്റ്റ് ഓർ ഇറിറ്റേറ്റീവ് ഫ്യൂംസ്. അപ്പൊ ഇങ്ങനെ അധികം പൊടിയോ പുകയോ അങ്ങനെയൊന്നും ഇല്ലാത്ത, അത് കുറഞ്ഞ സ്ഥലത്ത് ആ കറക്റ്റ് ആയിട്ട് ആ കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാനും സഹായിക്കുന്നു. അതിലേക്ക് നിയമിക്കാൻ പറ്റും. ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ, അവരെ അങ്ങനെ പൊടിയോ പുകയുള്ള ആ ഒരു ജോബിലേക്ക് ഒന്നും അവരിടാൻ പാടില്ല. അവർക്ക് അനുയോജ്യമായിട്ടുള്ള പൊടിയും പുകയും ഒക്കെ കുറഞ്ഞ ആ ഒരു സെക്ഷൻ അല്ലെ, അങ്ങനെയുള്ള ഒരു ജോബ് നോക്കിയിട്ട് അതിലേക്ക് അവരെ പ്ലേസ് ചെയ്യാനും പറ്റും. ഇത്ര അണ്ടർലൈൻ ചെയ്താൽ മതി. ഇറ്റ് അസിസ്റ്റ് ഇൻ പ്ലേസിംഗ് ദ കാൻഡിഡേറ്റ്സ് ഇൻ ഓർഡർ വിത്ത് ദർ ഹെൽത്ത് ഇഷ്യൂസ്. ഹെൽത്ത് ഇഷ്യൂസിന് അനുസൃതമായിട്ട് കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാനും സഹായിക്കുന്നു. പെട്ടെന്ന് വായിച്ചു നോക്കിയേ 5 പോയിന്റ്സ്. സിഗ്നിഫിക്കൻസ് എന്താണ്? ഫിസിക്കൽ എക്സാമിനേഷന്റെ സിഗ്നിഫിക്കൻസ്.
യെസ്. ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ല അത്. നോക്കി. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലെ? പിന്നെ നിങ്ങളെ അത് വേണ്ടെങ്കിലേ അത് ആ എക്സ്പാൻഡഡ് ഫോം അവിടെ ചോദിച്ചില്ലേ, അത് ഒരെണ്ണം കൂടി അവിടെ എഴുതി വെച്ചു. അതിന്റെ കറക്റ്റ് ആയിട്ട് ബോണ ഫിറ്റ് ഓക്യുപേഷണൽ നെസസിറ്റി എന്നാണ് അവിടെ തന്നേക്കുന്നത്. ബ്രാക്കറ്റിൽ BFOR എന്നാണ് കൊടുത്തേക്കുന്നത്. അത് കറക്റ്റ് തന്നെയാണ്, അതിന്റെ ഇതാണ്. പക്ഷെ ആറിന്റെ ഒരു ഇതും കൂടി ഒരെണ്ണം കൂടി വരുന്നുണ്ട്. അത് വേണമെങ്കിൽ അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോട്ടോ. ഇനിയിപ്പോ നമ്മുടെ ഓപ്ഷൻസും കൂടി ഒന്ന് നോക്കിയാലേ അവിടെ നോക്കിയേ ബോണ ഫിറ്റ് ഒക്യുപേഷണൽ റിക്വയർമെന്റ് എന്ന് എഴുതിക്കോട്ടോ. അവിടെ നെസസിറ്റിയുടെ അവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് വേണമെങ്കിൽ അതും കൂടി എഴുതിക്കോ. ഈ ഓപ്ഷൻസ് ഇനി അഥവാ അത് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ ഇങ്ങനെയാണെങ്കിലേ റിക്വയർമെന്റ്സ് എന്നുകൊണ്ട് എഴുതിക്കോട്ടോ. 6 റിക്വയർമെന്റ്സ്, REQUIREMENT റിക്വയർമെന്റ്, ബോണ ഫിറ്റ് ഒക്യുപേഷണൽ റിക്വയർമെന്റ്. ഓക്കെ, അത് നിങ്ങൾ ഓപ്ഷൻ ഒന്ന് നോക്കി എഴുതിയാൽ മതി. റിക്വയർമെന്റ് BFOR റിക്വയർമെന്റ് REQUIREMENT. ഓക്കെ ഓക്കെ, ബാക്കിത്തെ നമുക്ക് ഇനി നാളെ ഉണ്ടല്ലോ, ബാക്കിത്തെ അടുത്ത് നോക്കാം. അപ്പൊ നമ്മള് ഏതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റുകളാണ് പറഞ്ഞത്. ഡ്രഗ് ടെസ്റ്റിംഗ് പറഞ്ഞു, സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ് പറഞ്ഞു, HIV ആൻഡ് AIDS ടെസ്റ്റിംഗ് പറഞ്ഞു, ജെനറ്റിക് ടെസ്റ്റിംഗ് 4 എണ്ണമാണ് കേട്ടോ. പിന്നെ പറഞ്ഞത് സിഗ്നിഫിക്കൻസ്, ഫിസിക്കൽ എക്സാമിനേഷൻ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ബാക്കി നാളെ നോക്കാം. റെഫറൻസ് ചെക്ക് മുതൽ നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം കേട്ടോ. നാളെ നോക്കാം. ഓക്കെ, താങ്ക് യു. എന്ന ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ. Okay, thank you.